നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഇന്ന് ഹൈക്കോടതി രാവിലെ തന്നെ ഒരു തീർപ്പ് എന്ന് പറയാൻ കഴിയില്ല, ഇടക്കാല ആശ്വാസം ലഭിക്കുകയാണ്. ഒരുപക്ഷെ ഈ ഒരു ആശ്വാസം തുടർന്നും മുന്നോട്ട് പോകാൻ തന്നെയാണ് സാഹചര്യം. ഈ ഒരു കേസിൽ നമുക്ക് ഈ പറയുന്ന സദാചാര ബോധത്തെയും വൈകാരിക രംഗത്തെയും ഒക്കെ തന്നെ മാറ്റിവെക്കുകയാണെങ്കിൽ നിയമപരമായി നമ്മൾ ഈ ഒരു കേസിനെ നോക്കിക്കാണുകയാണെങ്കിൽ മുമ്പ് രാഹുൽ മാങ്കൂട്ടം ഈ ഒരു കേസ് ആരംഭിക്കുമ്പോൾ പ്രചരണത്തിൽ നിന്നുമാണല്ലോ ഒളിവിലേക്ക് പോയത്. ആ ഘട്ടത്തിൽ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: നിയമത്തിന് മുന്നിൽ ഞാൻ കുറ്റം ചെയ്തിട്ടില്ല, നിയമത്തിന് മുന്നിൽ ഞാൻ ശിക്ഷിക്കപ്പെടുകയില്ല, നിയമത്തെ വിശ്വസിക്കുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ നിയമപരമായി പോരാടുക തന്നെ ചെയ്യുമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു പോസ്റ്റ് ഓർമ്മിപ്പിക്കുന്നതായിരുന്നു ഇന്ന് ഹൈക്കോടതി നടത്തിയത്. അതായത് ഇടക്കാലത്തേക്കെങ്കിലും ഹൈക്കോടതി ഇപ്പോൾ ജാമ്യ ഹർജിയിൽ അറസ്റ്റ് ചെയ്യരുത് എന്നൊരു വാദം, അറസ്റ്റ് ചെയ്യരുത് എന്നൊരു ഉത്തരവ് ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ഇന്ന് രാവിലെ തന്നെ നോക്കുകയാണെങ്കിൽ ഹൈക്കോടതിയിലെ രാജീവ് വെൽ പ്രിപ്പയർഡ് ആയിരുന്നു. ഈ ഒരു കേസിനെ എങ്ങനെയാണ് കാണേണ്ടത് എന്നൊരു വെൽ പ്രിപ്പറേഷൻ അവിടെ നടന്നിരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടതുണ്ട്. കാരണം എസ് രാജീവ് 32ാമതായി ഈ ഒരു കേസ് ഹൈക്കോടതി ലിസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ രാവിലെ തന്നെ കോടതിയിലെത്തുന്നു. ജഡ്ജിയോട് പറയുന്നു, ജസ്റ്റിസ് രാജീവാണ് ഈ ഒരു കേസ് എടുത്തത്. ജഡ്ജിയോട് പറയുകയാണ്, ഞാൻ എന്റെ ഒരു വക്കാലത്ത് അവിടെ വന്നിട്ടുണ്ട്, ഞാൻ വാദിക്കാൻ തയ്യാറാണ്, അങ്ങ് അതൊന്ന് പരിഗണിക്കണം എന്ന് പറയുമ്പോൾ പ്രോസിക്യൂഷൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ തുടങ്ങാം എന്ന് പറയുന്നു. പ്രോസിക്യൂഷൻ ഏതെങ്കിലും തരത്തിൽ സമയം വേണമോ ഇല്ലയോ എന്നെങ്കിൽ അത്രയും നേരത്തേക്കെങ്കിലും അറസ്റ്റിൽ നിന്നും ഒഴിവാക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. ഈ ഒരു ഹർജി കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് ജഡ്ജിന് മുന്നിൽ കിട്ടിയത്. അപ്പോൾ തന്നെ വായിച്ചു നോക്കുകയും അദ്ദേഹം പറഞ്ഞത്, ഈ കേസിൽ പരാമർശിക്കപ്പെടുന്ന പുരുഷൻ ഒരു MLA കൂടി, ജനപ്രതിനിധി ആയതുകൂടിയായതിനാൽ തന്നെ കേസ് ഇപ്പോൾ ഇതൊരു വിധി തന്റെ മുന്നിൽ വരുന്ന ഒരു കോടതിയുടെ മുന്നിൽ വരുന്ന ഈ ഒരു ഹർജിയിൽ അതിന്മേൽ തീർപ്പ് വരുന്നത് വരെ അറസ്റ്റ് ചെയ്യരുത് എന്ന് പറയുകയാണ്. 15ാം തീയതി വീണ്ടുമാണ് കോടതി ചേരുകയും ഇതിലൊരു വാദം നടക്കുകയും ചെയ്യും. എന്തായാലും അതുവരേക്കും അറസ്റ്റ് ചെയ്യരുത് എന്ന് പറയുകയാണ്. പ്രധാനമായും 5 കാര്യങ്ങളാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. അതായത് ഒരു തരത്തിൽ പോലും ഈ ഒരു കേസിനെ സെക്ഷൻസ് കോടതിയിൽ അപ്രോച്ച് ചെയ്തത് പോലെയല്ല ഹൈക്കോടതിയിൽ ഇപ്പോൾ അഭിഭാഷകർ അപ്രോച്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് 5 കാര്യങ്ങൾ കൃത്യമായി പറയുന്നു. ഈ യുവതി അല്ലെങ്കിൽ യുവതിയും താനുമായി വളരെ നല്ല സൗഹൃദത്തിലായിരുന്നു എന്ന് പറയുന്നു. ആ സൗഹൃദമാണ് പിന്നീട് അടുപ്പം വരികയും പിന്നീട് ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തത്. അതിനുശേഷം ഗർഭചിത്രം ആരും ഈ ഒരുപാട് പ്രഷർ ചെയ്തിട്ട് സമ്മർദ്ദം ചെലുത്തിയിട്ടല്ല ഗർഭചിത്രം നടത്തിയിട്ടുള്ളത്. അത് രണ്ടുപേരുടെയും സമ്മതപ്രകാരമായിരുന്നു നടത്തിയിട്ടുള്ളത്. അതിനുശേഷം ഗർഭചിത്രം നടത്തിയതിനു ശേഷവും യുവതിയും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു, അതായത് സൗഹൃദം നിലനിന്നിരുന്നു എന്ന് ഒക്കെ പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള 5 കാര്യങ്ങളാണ് പ്രധാനമായും കോടതി നോക്കിക്കണ്ടത്. മറ്റു കാര്യങ്ങളെല്ലാം തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് നിയമപരമായി നിയമത്തിന് മുന്നിൽ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല. അവിടെ വൈകാരികപരമായി നമുക്കൊന്നും തന്നെ നോക്കാൻ സാധിക്കുകയില്ല. നിയമപരമായി മാത്രമേ നമുക്ക് എല്ലാത്തിനെയും ഖണ്ഡിക്കാനും കഴിയുകയുള്ളൂ, വൈകാരികപരമായി ഖണ്ഡിക്കാൻ കഴിയില്ല. ഈ ഒരു ഘട്ടത്തിൽ കൃത്യമായി തന്നെയാണ് കോടതി ഇക്കാര്യത്തിൽ ഒരു നീക്കം നടത്തുന്നത്. ഇനി ഉടനെ തന്നെ അടുത്ത ഒരു നടപടിയും നടത്തിയിരുന്നു. അതാണ് ഒരു വെൽ പ്ലാനിങ് നടന്നത് എന്ന് മനസ്സിലാകുന്നത്. അത് ഉടനെ തന്നെ 2ാമത്തെ കേസിലും ഹർജി നൽകിയിട്ടുണ്ട്, അതിനും ജാമ്യ ഹർജി നൽകിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടഞ്ഞ ഹൈക്കോടതി ജസ്റ്റിസ് കെ ബാബുവിന്റേതാണ് ഇടക്കാല ഉത്തരവ്. താൽക്കാലികമായാണ് അറസ്റ്റ് തടഞ്ഞത്. അഡ്വക്കേറ്റ് എസ് രാജീവാണ്, മാങ്കൂട്ടത്തിനായിരുന്നു കേസ്. വിശദമായ വാദം പിന്നീട് കേൾക്കും, അതുവരെയാണ് അറസ്റ്റ് തടഞ്ഞത്. ഇതോടെ തൽക്കാലത്തേക്ക് രാഹുലിന് ഒളിവ് ജീവിതം അവസാനിപ്പിക്കാൻ കഴിയും. അടുത്ത 15-ന് കേസ് വീണ്ടും പരിഗണിക്കും. ഇതിനൊപ്പം മറ്റൊരു കേസും രാഹുലിനെതിരെ ചുമത്തിയിട്ടുണ്ട്. ഇന്നലെയാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചത്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. തുടർന്നാണ് ഇന്നലെ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. 10ാം ദിവസവും രാഹുൽ ഒളിവിൽ തുടരുകയാണ്. ഹൈക്കോടതി ഉത്തരവോടെ രാഹുലിനായുള്ള തെരച്ചിൽ പോലീസ് നടത്തും. രാഹുലിനെതിരെ മറ്റൊരു കേസും പോലീസ് ചുമത്തിയിട്ടുണ്ട്. ഈ കേസിൽ രാഹുൽ തിരുവനന്തപുരം കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകും. തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണെന്നും അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിടണമെന്നുമാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടത്. മാധ്യമ പ്രവർത്തകയുമായി അടുപ്പത്തിലായിരുന്നു. സ്വകാര്യ സംഭാഷണത്തിന്റെ വോയിസ് ക്ലിപ്പുകൾ സമൂഹ മാധ്യമങ്ങളിൽ വന്നതോടുകൂടി പുറത്തുവിട്ടത് താനാണ് എന്ന് സംശയിച്ച് അങ്ങനെ തെറ്റിദ്ധരിച്ച് പരാതിക്കാരി അകന്നെന്നും ഹർജിയിൽ പറയുന്നു. വിവാഹിതയായിരുന്നെന്നും അകന്നു കഴിയുകയാണെന്നും അറിയാമായിരുന്നു. അതിനാൽ വോയിസ് ക്ലിപ്പുകൾ ചോർന്നതുമായി ബന്ധപ്പെട്ട പരാതി ഇപ്പോൾ ഉന്നയിക്കേണ്ടതില്ലെന്നുമായിരുന്നു രണ്ടുപേരും തീരുമാനിച്ചത്. എന്നാൽ താൻ രാഷ്ട്രീയ പ്രവർത്തകനായതിനാൽ മാധ്യമങ്ങൾ വ്യാപക പ്രചരണം നൽകി. എതിർപക്ഷത്തുള്ളവർ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ഉപയോഗിച്ചു. ഇതോടെയാണ് പരാതിക്കാർ തന്നെ തള്ളിപ്പറയുന്നത്. സംഭാഷണത്തിന്റെ വിവരങ്ങൾ തന്റെ പക്കൽ ഉണ്ടെന്നും പോലീസ് പിന്നാലെയുള്ളതിനാൽ ഇത് ഹാജരാക്കാനാകുന്നില്ലെന്നും ഹർജിയിൽ പറയുന്നു. വൈകിയുള്ള പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തണമെന്ന് സുപ്രീംകോടതി തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും അന്വേഷണ
ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാക്കാൻ അവസരം ലഭിച്ചാൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ തയ്യാറാണെന്നും ഹർജിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് കോടതി അറസ്റ്റ് തടയുന്നത്. രാഹുൽ മുമ്പ് നൽകിയ അപേക്ഷയിൽ സെഷൻസ് കോടതി തള്ളുകയും അറസ്റ്റ് ചെയ്യാമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചത്. അതിജീവിതയ്ക്ക് എതിരെ നൽകിയ തെളിവുകൾ പരിഗണിച്ചില്ലെന്നും വാദിച്ചാൽ വീണ്ടും ജാമ്യാപേക്ഷ നൽകിയത്. 10 ദിവസമായി രാഹുൽ ഒളിവിലാണ്. തമിഴ്നാട് കർണാടക അതിർത്തിയായ ഹൊസൂരിലും ബാംഗ്ലൂരും നഗരത്തിന് പുറത്തുള്ള ആഡംബര വില്ലയിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിഞ്ഞതായി വിവരം ലഭിച്ചിരുന്നു. എല്ലാ സഹായവും എത്തിക്കുന്നത് കോൺഗ്രസ് നേതാക്കളായ ചില റിയൽ എസ്റ്റേറ്റുകാരാണെന്നും സൂചന ലഭിച്ചിരുന്നു. ഒളിവിൽ പോകാൻ സഹായിച്ച ചിലരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ചോദ്യം ചെയ്യുകയാണ്. രാഹുലിനെ രക്ഷപ്പെടാൻ സഹായിച്ച പാലക്കാട് ഓഫീസിലെ പേഴ്സണൽ സ്റ്റാഫ് ഫസലിനെതിരെയും ഡ്രൈവർ ആൽബിനെതിരെയും കേസെടുത്തു. ഇരുവരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത ശേഷം ജാമ്യത്തിൽ വിട്ടയച്ചു.